Welcome back to MR Physics tutorial. Last class we parallel plate capacitor capacitance equation derive C is equal to epsilon 0 A by D and the equation. Equation very important exam in we discuss capacitors combination series combination parallel combination. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിംബൽ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിംബൽ ആണ്. ഇതാണ് കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബൽ. ഓക്കേ. ഈ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കപ്പാസിറ്ററിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം. സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സം ടൈം ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യപ്പെടും? ഫുള്ളി കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ ഇതൊരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ടാണ്. ഇതാണ് സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ. നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള സെല്ലിന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് V ആണെങ്കിൽ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എത്ര തന്നെയായിരിക്കും? V തന്നെ ആയിരിക്കും. ഓക്കെ. ഇനി ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C ആണെങ്കിൽ നമുക്കറിയാം ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ Q is equal to എന്താണ്? C into V ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? സെല്ലുമായിട്ട് അല്ലെങ്കിൽ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് കപ്പാസിറ്ററിന്റെ ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റേഴ്സിനെ നമ്മൾക്ക് രണ്ട് രീതിയിൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം. അതാണ് സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. ഇപ്പൊ സപ്പോസ് നമ്മളെടുക്കുക രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഈ രണ്ട് കപ്പാസിറ്ററുകളെ നമ്മൾക്ക് ഇലക്ട്രിക് സർക്യൂട്ടിൽ കണക്ട് ചെയ്യണം. രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അതേപോലെ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. എത്രയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അതേപോലെ എത്രയാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, ഇതാണ് ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. സപ്പോസ് നമ്മളെടുക്കുക രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് കരുതുക. ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C1 ആണ്, രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്. ഈ രണ്ട് കപ്പാസിറ്ററുകളെയും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു? ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് കപ്പാസിറ്റർ, അതിന്റെ കപ്പാസിറ്റൻസ് C1 ആണ്. ഇത് രണ്ടാമത്തെ കപ്പാസിറ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക? ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ റൈറ്റ് പ്ലേറ്റ് രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ ലെഫ്റ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി മൂന്നാമതൊരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ റൈറ്റ് പ്ലേറ്റ് മൂന്നാമത്തതിന്റെ ലെഫ്റ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ രണ്ട് കപ്പാസിറ്ററിനെയും എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? ക്യാപിറ്റൽ V ആണ്. ഇനി നിങ്ങളിവിടെ സീരീസ് കോമ്പിനേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടോ അതിലധികമോ കപ്പാസിറ്ററുകൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ ഈ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ Q ആണെങ്കിൽ രണ്ടാമത്തെ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിന്റെ വാല്യൂ Q തന്നെ ആയിരിക്കും. പക്ഷെ ഈ രണ്ട് കപ്പാസിറ്ററിന്റെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V1 ആണെങ്കിൽ രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? V2 ആയിട്ട് എടുക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയാണ്? V ആണ്. രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. പക്ഷെ കപ്പാസിറ്ററുകളുടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V1 ആണ്, രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V2 ആണ്.
അപ്ലൈ ചെയ്ത ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയാണ്? വി ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വി ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുന്നു. നമ്മൾക്കറിയാം ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ Q ഈസ് ഈക്വൽ ടു എന്താണ്? C ഇൻറ്റു V എന്നാണ് ഇക്വേഷൻ. Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? Q ബൈ C എന്ന് എഴുതാം. പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു Q ബൈ C എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V1 ഈക്വൽ ടു എന്തായിരിക്കും? Q ബൈ C1 എന്നായിരിക്കും. ഈ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V2 ഈസ് ഈക്വൽ ടു Q ബൈ C2 എന്നായിരിക്കും. V1 ഈസ് ഈക്വൽ ടു Q ബൈ C1. ഇത് ഇക്വേഷൻ നമ്പർ 2. V2 ഈസ് ഈക്വൽ ടു Q ബൈ C2. ഇത് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ. ഇനി ഞാൻ പറയുന്നു, നമ്മൾക്ക് ഈ രണ്ട് കപ്പാസിറ്ററിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് കപ്പാസിറ്ററുകളെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ രണ്ട് കപ്പാസിറ്ററിന് ഈക്വലന്റ് ആയിട്ട് ഈ രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് ഈക്വലന്റ് ആയിട്ട് ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നു? ഒരു സിംഗിൾ കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുന്നു. ആ സിംഗിൾ കപ്പാസിറ്റർ ഈ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? V ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് എത്ര ആയിരിക്കും? V ആയിരിക്കും. ഈ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിന്റെ വാല്യൂ എത്രയായിരിക്കും? Q ആയിരിക്കും. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C ആണ്. അപ്പൊ എന്താണ് ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത? ഈ ഒരു കപ്പാസിറ്റർ ഇവർ രണ്ടാളും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ്. ഈ രണ്ട് കപ്പാസിറ്ററുകളും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ്. ഈ ഒരു ഒറ്റ കപ്പാസിറ്റർ മാത്രം ഈ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? V ഈസ് ഈക്വൽ ടു Q ബൈ C എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 4. ഈ കപ്പാസിറ്ററിന്റെ ഈക്വലന്റ് കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? Q ബൈ C എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഒന്നാമത്തതിന്റെ കപ്പാസിറ്റൻസ് C1, രണ്ടാമത്തതിന്റെ കപ്പാസിറ്റൻസ് C2. ഈ രണ്ട് കപ്പാസിറ്ററുകളെയും ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ V ആണ്. അങ്ങനെയാണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജസിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇതിൽ Q ആണെങ്കിൽ ഇതിലും Q തന്നെ ആയിരിക്കും. പക്ഷേ ഇതിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ V1 ആണ്, ഇതിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ V2 ആണ്. അത് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എന്താണ്? V1 പ്ലസ് V2 എന്നാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു CV ആണ്, അല്ലെങ്കിൽ V ഈക്വൽ ടു Q ബൈ C ആണ്. അങ്ങനെയാണെങ്കിൽ V1 ഈസ് ഈക്വൽ ടു എന്താണ്? Q ബൈ C1. ഒന്നാമത്തെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ V1 ഈക്വൽ ടു Q ബൈ C1. അത് ഇക്വേഷൻ നമ്പർ 2. രണ്ടാമത്തെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ V2 ഈസ് ഈക്വൽ ടു Q ബൈ C2. അത് ഇക്വേഷൻ നമ്പർ 3. ഇനി ഞാൻ എന്ത് പറയുകയാണ്? These two capacitors are replaced by a single effective capacitor. ഇവർ രണ്ടാളെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ഒരു കപ്പാസിറ്റർ C കപ്പാസിറ്റൻസ് ഉള്ള ഈ ഒരു കപ്പാസിറ്റർ ഈ സിംഗിൾ ആയിട്ട് ഈ സെല്ലിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതും എന്താണ്? ഈക്വലന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? Q ബൈ C എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. നിങ്ങൾ ഇക്വേഷൻ 2ഉം 3ഉം 4ഉം ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 എന്താണ്? V ഈക്വൽ ടു V1 പ്ലസ് V2. Vക്ക് പകരം Q ബൈ C എന്ന് എടുക്കുക. V1ന് പകരം Q ബൈ C1 എന്ന് എടുക്കുക. V2ന് പകരം Q ബൈ C2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? Q ബൈ C ഈക്വൽസ് Q ബൈ C1 പ്ലസ് Q by C2 or Q by C equals ഇവിടെ Q കോമൺ ആണ്. Q into 1 by C1 plus 1 by C2. രണ്ട് സൈഡിലും Q ഉണ്ട്, ക്യാൻസൽ ആയി പോയി. ബാക്കി നമുക്ക് എന്ത് എഴുതാം? This can be written as 1 by C is equal to 1 by C1 plus 1 by C2.
ഇതാണ് രണ്ട് കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/C = 1/C1 + 1/C2. അപ്പോൾ രണ്ട് കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഹാവിംഗ് കപ്പാസിറ്റൻസ് C1, സെക്കൻഡ് വൺ ഹാവിംഗ് കപ്പാസിറ്റൻസ് C2. ഇവയെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/C = 1/C1 + 1/C2. Suppose we have two capacitors. First one C1 is equal to 2 farad and second one C2 is equal to 4 farad. അപ്പോൾ 2 farad 4 farad കപ്പാസിറ്റൻസ് ഉള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. ഈ രണ്ട് കപ്പാസിറ്ററുകൾ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് എന്ത്? 1/C = 1/C1 + 1/C2. That is 1/2 + 1/4. 1/2 + 1/4 നമുക്ക് എങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1 4 + 2 × 1 2 divided by 2 × 4 8. 6/8 that's equal to 3/4. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1/Cന്റെ വാല്യൂ ആണ് 3/4. 1/C is equal to നമുക്ക് എന്ത് കിട്ടുന്നു? 3/4 എന്ന് കിട്ടുന്നു. Therefore C is equal to 3 ആയിരിക്കും, 4/3 ആയിരിക്കും. That is 1.33 farad. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അതായത് 2 ഫാരഡും 4 ഫാരഡും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് 1.33 ഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റൻസ് ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ്. 2 ഫാരഡ് കപ്പാസിറ്ററും 4 ഫാരഡ് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഈ 1.33 ഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിന് ഈക്വലന്റ് ആണ്. ഓക്കെ, ഇതാണ് സീരീസ് കോമ്പിനേഷൻ. ഇനി നമുക്ക് രണ്ടിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിലോ, സപ്പോസ് there are 3 capacitors, first one having capacitance C1, second one having capacitance C2, third one having capacitance C3, then the effective capacitance will be 1/C = 1/C1 + 1/C2 + 1/C3 like that. ഓക്കെ, ഇതാണ് കപ്പാസിറ്ററുകളുടെ സീരീസ് കോമ്പിനേഷൻ. ഇനി നമ്മൾ പറയുന്നത് കപ്പാസിറ്ററുകളുടെ പാരലൽ കോമ്പിനേഷനാണ്. രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് കപ്പാസിറ്ററുകളുടെ പാരലൽ കോമ്പിനേഷന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഫസ്റ്റ് വൺ ഹാവിംഗ് കപ്പാസിറ്റൻസ് C1, സെക്കൻഡ് വൺ ഹാവിംഗ് കപ്പാസിറ്റൻസ് C2. They are connected parallel. ഈ രണ്ട് കപ്പാസിറ്റേഴ്സും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതാണ് നമ്മുടെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ. സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് രണ്ട് കപ്പാസിറ്ററുകളുടെയും ലെഫ്റ്റ് പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ സെല്ലിന്റെ നെഗറ്റീവ് പ്ലേറ്റുമായിട്ടാണ്, നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് രണ്ട് കപ്പാസിറ്ററുകളുടെയും റൈറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാളുടെയും ലെഫ്റ്റ് പ്ലേറ്റ് സെല്ലിന്റെ കോമൺ ആയിട്ട് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. രണ്ടാളുടെയും റൈറ്റ് പ്ലേറ്റ് കോമൺ ആയിട്ട് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, എയും ബിയും. നിങ്ങൾ നോക്കുക, എക്കും ബിക്കും അക്രോസ് ആയിട്ട് തന്നെയാണ് C1 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേ എക്കും ബിക്കും അക്രോസ് ആയിട്ട് തന്നെയാണ് C2 കപ്പാസിറ്റർ ഉള്ള കപ്പാസിറ്റൻസും കണക്ട് ചെയ്തിട്ടുള്ളത്. അതേ എക്കും ബിക്കും അക്രോസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ സെല്ലും കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സെല്ലിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? V ആണ്. അപ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ എത്ര തന്നെയായിരിക്കും? V തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എക്കും ബിക്കും ഇടയിൽ കണക്ട് ചെയ്തിട്ടുള്ള C2 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യലും V തന്നെയായിരിക്കും. C1 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യലും V തന്നെയായിരിക്കും. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ രണ്ട് കപ്പാസിറ്ററുകളുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരുന്നു, പക്ഷേ രണ്ടിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ഈക്വൽ ആയിരുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ് പാരലൽ കോമ്പിനേഷന്റെ കേസിൽ. രണ്ട് കപ്പാസിറ്ററുകളുടെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം തന്നെയാണ്. അത് നമ്മുടെ സെല്ലിന്റെ അതേ പൊട്ടൻഷ്യൽ ആയിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. എന്നാൽ രണ്ട് കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന
ചാർജിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് വണ്ണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q1 ആയിട്ട് എടുക്കുന്നു, സെക്കൻഡ് വണ്ണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q2 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഇവിടെ എക്കും ബിക്കും ഇടയിൽ ഫസ്റ്റ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, അതേ എക്കും ബിക്കും ഇടയിൽ തന്നെയാണ് സെക്കൻഡ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്, അതേ എക്കും ബിക്കും ഇടയിൽ തന്നെയാണ് നമ്മൾ സെല്ലും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ സെല്ലിന്റെ അതേ പൊട്ടൻഷ്യലാണ് V ആണ്. എക്കും ബിക്കും ഇടയിലുള്ള C1 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യലും V ആണ്. C2 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യലും V ആണ്. ഇതാണ് എന്ത് കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞു രണ്ട് കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. ഒന്നാമത്തതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q1 ആണ്, രണ്ടാമത്തതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q2 ആണ്. നമ്മൾക്കറിയാം, വി ഹാവ് ദി ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സിയും അതിന്റെ പൊട്ടൻഷ്യൽ വിയും ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q ഈസ് ഈക്വൽ ടു CV ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് നമുക്ക് എന്ത് എഴുതാം? Q1 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു V എന്ന് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q2 ഈസ് ഈക്വൽ ടു C2 ഇൻറ്റു V എന്ന് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q1 ഈക്വൽ ടു C1V, ഇക്വേഷൻ 1. രണ്ടാമത്തതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q2 ഈസ് ഈക്വൽ ടു C2V, ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ്, ഈ രണ്ട് കോമ്പിനേഷനിലെയും ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? Q1 പ്ലസ് Q2 എന്ന് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഞാൻ നേരത്തെ സീരീസ് കോമ്പിനേഷന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കോമ്പിനേഷനിൽ ഈ രണ്ട് കപ്പാസിറ്ററുകളുടെ പാരലൽ കോമ്പിനേഷന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് കപ്പാസിറ്ററുകളുടെയും പാരലൽ കോമ്പിനേഷന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സിംഗിൾ കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുള്ളത് എക്കും ബിക്കും ഇടയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈ ചെയ്തിട്ടുള്ള സെല്ലിന് അക്രോസ് ആയിട്ടാണ്. അതായത് ഈ സ്ഥാനത്താണ് ഈ കപ്പാസിറ്റർ കൊണ്ടുവച്ചിട്ടുള്ളത്. ഈ രണ്ട് കപ്പാസിറ്ററും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഈ കപ്പാസിറ്റർ സിംഗിൾ ആയിട്ട് കണക്ട് ചെയ്യുന്നതും എന്താണ്? ഈക്വലന്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? പൊട്ടൻഷ്യൽ V ആണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? V ആയിരിക്കും. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C ആണ്. ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q ആണ്. ഈ രണ്ട് കപ്പാസിറ്ററുകളും കൂടി സ്റ്റോർ ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജാണ് ഈ ഒറ്റ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്തിട്ടുള്ളത്, സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് Q ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഈ സർക്യൂട്ട്, ഈ ഡയഗ്രത്തിൽ നിന്നും നമുക്ക് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? C ഇൻറ്റു V എന്ന് എഴുതാം. Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി നിങ്ങൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Qന്റെ സ്ഥാനത്ത് CV ഈക്വൽസ് Q1ന്റെ സ്ഥാനത്ത് C1V പ്ലസ് Q2ന്റെ സ്ഥാനത്ത് C2V. That is CV equals C1 plus C2 into V. ഇവിടെ V കോമൺ ആണ്. Vയും ക്യാൻസൽ ആയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? C is equal to C1 plus C2 എന്നാണ് കിട്ടുന്നത്. C is equal to C1 plus C2. അപ്പോൾ when two capacitors having capacitances C1 and C2, when they are connected parallel to each other, the effective capacitance of the combination will be C is equal to C1 plus C2. Suppose if there are two capacitors, first one having capacitance is 2 farad, second one having capacitance of 4 farad, then the effective capacitance of the combination will be 2 plus 4 is equal to 6 farad. Suppose if there are 3 capacitors, first one having capacitance C1, second one having capacitance C2, and third one having capacitance C3, then the capacitance of the combination will be, effective capacitance of the combination will be C is equal to C1 plus C2 plus C3. Okay, but this is the effective capacitance of a combination. Which combination? Parallel combination of capacitors. അപ്പോൾ രണ്ട് കപ്പാസിറ്ററുകളെ നമ്മൾ സീരീസ് ആയിട്ടാണ് കണ്ടു ചെയ്യുന്നതെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്?
1 by C equals 1 by C1 plus 1 by C2. When they are connected parallel to each other, C equals C1 plus C2. Okay. ഇതാണ് കപ്പാസിറ്ററുകളുടെ സീരീസ് കോമ്പിനേഷന്റെയും പാരലൽ കോമ്പിനേഷന്റെയും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.